ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കണു കേട്ടോ. അപ്പം ഇന്ന് എന്താ സ്പെഷ്യൽ എന്നായിരിക്കും. ഇന്ന് വെള്ളിയാഴ്ചയൊക്കെ അല്ലേ. അപ്പം ഞാൻ ചോറൊക്കെ വെച്ചിരുന്നു കേട്ടോ. ചോറ് മാത്രമേ വെച്ചിരുന്നുള്ളൂ, ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പം ലേശം ചോറ് കൊടുന്നതാണ് കേട്ടോ. ബിരിയാണി കൊടുന്നതാണ്, പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുന്നതാണ് കേട്ടോ ബിരിയാണി. അപ്പോൾ ബിരിയാണി വെക്കണം എന്ന് കുറേ ദിവസമായി മനസ്സിൽ. മക്കളൊക്കെ ഇങ്ങനെ എപ്പോഴും പറയും ബിരിയാണി വെക്കണം ബിരിയാണി വെക്കണം. അപ്പോൾ വെക്കാനൊരു അവസരം കിട്ടിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, മക്കൾക്ക് കുഞ്ഞുമക്കൾക്കൊക്കെ വയ്യാതായിട്ടേ. അപ്പോൾ ഇതൊരു ഇത്താൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. ഒരു ഇത്ത രാവിലെ വിളിച്ചിരുന്നു. അപ്പോൾ മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കൊണ്ടി, ഇന്ന് എൻ്റെ വക മക്കൾക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടാക്കാൻ ഒഴിവില്ല. എന്നാ വെച്ചാൽ ഒന്നാമത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ പനിയൊക്കെ ആയതുകൊണ്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പനിയൊക്കെ. അപ്പം നമ്മളെ ഋതു അത് കേട്ടപ്പോൾ തന്നെ ഓടിയതാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി കൊടുന്നിട്ടുണ്ട്. ഓന് 2 ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. മക്കളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഇച്ചൊക്കെ നല്ല വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പം ഞാൻ ചോറ് മാത്രം വെച്ചിട്ടുള്ളായിരുന്നു. കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ ഇല്ല പരിപാടിക്ക്, പറമ്പ് ഓടാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്താൻ്റെ വകയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പം ചോറ് നമ്മൾ തൽക്കാലം അതവിടെ മെല്ലെ വെച്ചിട്ടുണ്ട്, മൂടി വെച്ചിട്ടുണ്ട്. ബിരിയാണി എന്ന് കേട്ടാൽ നമ്മളെ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. ഒന്നാമത് ഞാനൊക്കെ ബിരിയാണി എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് പരിപാടിയോ അല്ലാന്നുണ്ടെങ്കിൽ പെരുന്നാളൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ രാവിലെ തന്നെ താത്ത വിളിച്ച് മക്കൾക്ക് ഇന്ന് വെള്ളിയാഴ്ചയാണ്, എൻ്റെ വക നല്ല സ്പെഷ്യൽ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു, ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഇതാക്കണ് ബിരിയാണി വന്നിട്ടുണ്ട്. നമ്മളെ മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇച്ചുമ്മാൻ്റെ തല കണിച്ചിക്കണ് കേട്ടോ. ഇച്ചുമ്മ എന്താ അങ്ങനെ ഇരിക്കണെന്നായിരിക്കും എല്ലാവരും അല്ലേ. തല കണിച്ചിട്ടുണ്ട് നാളത്തെ പോലെ. അവിടെ ഇട്ടോട് ഋതുവോ, ബാക്കി എൻ്റെ പാത്രത്തിൽ കിട്ടള ഋതുവോ. ഋതു വിശന്നിട്ട് കുടല് കരിഞ്ഞിക്കണ് കേട്ടോ. രാവിലെ സ്കൂൾക്ക് പോയത്, സ്കൂളല്ല ട്യൂഷന് പോയതായിരുന്നു കേട്ടോ. അപ്പം ഓടി വന്നതായിരുന്നു. അപ്പം ഇതിങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേ, സ്പെഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. എടാ എല്ലാവർക്കും വിളമ്പി കൊടുക്ക്. ഷെയ്മോളവിടെ മമ്മാനെ പോയി കൊണ്ടുവര്. മമ്മ ഇവിടെ. ചുമ്മാ ബിരിയാണി മണക്കണുണ്ടോ? തല ഒന്നും ഇങ്ങോട്ട് നേരാക്ക്. പിന്നെ നമ്മളെ കൊറിയർ ഇന്ന് പോന്നിട്ടില്ല കേട്ടോ. ചിലതൊന്നും പോന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഒരു ഒഴിവൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എല്ലാം കൂടി ആയിട്ടേ ഒന്ന് വെയിറ്റ് ചെയ്യോണ്ടിട്ടോ. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ഒരാൾ വിളിച്ചു കേട്ടോ. കുറേ അല്ല, ഒരാൾ വിളിച്ചു. കുറച്ച് ദിവസം മുന്നേ പൈസ അടച്ചതായിരുന്നു, പക്ഷെ ആ സാധനം എത്തിയിട്ടില്ലായിരുന്നു. അപ്പം എന്താ മക്കളെ, ഒരു 5-4 ദിവസമൊക്കെ ഞാൻ പറയലുള്ളൂ, അതിലേറെ നമ്മൾ പറയലില്ല. അപ്പം എന്തായാലും നിങ്ങൾ 5 ദിവസം കഴിഞ്ഞാൽ എനിക്ക് വിളിക്കണം, സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ മേലേക്ക് എന്തായാലും പോകൂല. അപ്പോൾ അത്ര ദിവസമൊന്നും വെയിറ്റ് ചെയ്യണ്ട. അപ്പം നമ്മളത് ഒന്നെങ്കിൽ റിട്ടേൺ അയച്ചു തരും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പൈസ നമ്മൾ തിരികെ തരും കേട്ടോ. നമ്മളെ പറ്റിച്ചില്ല ഒരാൾ, അതേപോലെ ഒന്നും പറ്റിക്കൂല. അതിനൊരു തീരുമാനം വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളെ അറിയിക്കണം അല്ലേ. അപ്പം നമ്മളെ ഋതു ഇതാക്കണ് ചോറ് ലേസിച്ച് വിളമ്പി കൊടുക്കടാ. ഷെയ്മോളെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇതോ സ്മെല്ല് വരുന്നില്ലേ? അത് ഇവിടുന്ന് വാങ്ങിച്ചു കൊടുന്ന കേട്ടോ. ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ ഒക്കെപ്പാടെ ടൈമും ഉണ്ടാവില്ല. പിന്നെ കോഴി ബിരിയാണി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ നമുക്കൊരു മെനക്കട തന്നെയാണ്. മെനക്കട പറഞ്ഞാൽ പിന്നെ അത് നമുക്ക് കൂടി നിൽക്കണ്ടേ. അപ്പം ഇങ്ങനെ കൊണ്ടുവച്ച് കൊടുക്കുക, എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോഴേ ഇത്ത. അപ്പോൾ എല്ലാം തരും, കയ്യും കാലൊക്കെ ഉണ്ടാവും അതിൽ. ആക്കണ ഒരു കാല് ഇട്ടി. ഷെയ്മോളെ ഇവിടെ എടാ മമ്മാനെ കൊടുന്ന് ഇരുത്തിക്ക. മമ്മാനെ കൊടുന്ന് ഇരുത്ത്. മമ്മ വരുന്നുണ്ട് കേട്ടോ. മമ്മ പിച്ച വരുന്നടാ. മമ്മാനെ ഇരുത്തി കൊടുക്ക്, കസാല ഇടുന്ന് കൊടുക്ക്. മമ്മാക്ക് കസാല കൊടുന്ന് കൊടുക്ക്.
രസം മതി മതി മതി. ഇജ്ജ് തുടങ്ങിക്കോ, ഞങ്ങള് തുടങ്ങട്ടെ അമ്മാന്ന്. സാഫ തുടങ്ങിക്കോ തുടങ്ങിക്കോ. അപ്പം അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷമായി. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഒരുപാട് സന്തോഷം. അപ്പം ആ തന്ന ഇത്താക്ക് ഒരുപാട് ആയുസ്സും ആരോഗ്യവും ഇനി ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനുള്ള സമ്പത്തും ഒക്കെ അവർക്ക് കൊടുക്കട്ടെ. അതിനു വേണ്ടി നമുക്ക് ദുആ ചെയ്യാല്ലേ. ആമീൻ. അപ്പം പിന്നെന്താ വിശേഷങ്ങളൊക്കെ? അപ്പം നമ്മൾ റിഷ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോണ്ടി, ലൈക്കും ചെയ്യോണ്ടി, കമൻറ്റും ചെയ്യോണ്ടി കേട്ടോ. പിന്നെ നമുക്ക് ലൈക്ക് നല്ലോണം കമ്മിയുണ്ട്. അത് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാണ് നിങ്ങളോടൊക്കെ. ലൈക്ക് ഇട്ടാൽ എന്താന്ന് അധികം ആളുകൾക്കും അറിയില്ല. ലൈക്ക് ഇട്ടാലാണ് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുള്ളൂ കേട്ടോ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ. പിന്നെന്താ കുറച്ച് ദിവസമായിട്ട് കണ്ടന്റ് ഒന്നുമില്ല താത്താന്ന് പറയുന്നുണ്ട്. അപ്പം കണ്ടന്റ് ഉണ്ടാവുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ചെയ്യലുണ്ടല്ലേ. ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്യൽ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് മക്കൾക്കൊക്കെ വയ്യായും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പം പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും കൂടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യണത്. പിന്നെന്താ നമ്മളെ ഫോൺ കിട്ടിയിട്ടൊന്നുമില്ല. നല്ലൊരു അൺബോക്സിംഗ് ഒക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.